ബ്ലഡ് ബാങ്ക് എക്യുപ്മെൻറ്റ്സ്. ആക്സിഡൻറ്റ്, സർജറി തുടങ്ങിയവയിൽ ബ്ലഡ് നഷ്ടപ്പെടുന്ന രോഗികൾക്കോ പൊള്ളലേറ്റവർ, ക്യാൻസർ രോഗികൾ, ലുക്കീമിയ തുടങ്ങിയ അസുഖമുള്ളവർക്കോ ബ്ലഡോ അതിലെ കമ്പോണൻറ്റുകളോ ആയിട്ടുള്ള RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ തുടങ്ങിയവ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ബ്ലഡോ അതിലെ കമ്പോണൻറ്റുകളോ ലഭ്യമാക്കുന്ന ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ബ്ലഡ് ബാങ്ക്. ഒരു ബ്ലഡ് ബാങ്കിലെ വ്യത്യസ്ത പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് ആദ്യമായി നമുക്ക് പരിശോധിക്കാം. ഇൻടേക്ക് അഥവാ ഡോണർ സ്ക്രീൻ ആണ് ഒന്നാമതായി നടക്കുന്നത്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഏതെങ്കിലും അസുഖങ്ങളോ സാഹചര്യങ്ങളോ ഡോണറിന് ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നു. 2. ഡൊണേഷൻ. ബ്ലഡ് ബാങ്കിൽ പ്രത്യേകം സംവിധാനിച്ചിരിക്കുന്ന റൂമിൽ ഡോണർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു. 3. ടെസ്റ്റിംഗ്. ഇവിടെ ഡോണർ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നു. ഓരോ ഡോണറിനും ഒരു യുനൈക്ക് കോഡ് ഉണ്ടാകും. അതുകൊണ്ട് ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോണറിനെ എളുപ്പത്തിൽ ട്രേസ് ചെയ്യാൻ പറ്റും. 4. സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇവിടെ ഡൊണേറ്റ് ചെയ്ത ബ്ലഡ് ബാഗ് സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കി ബ്ലഡിൻ്റെ വ്യത്യസ്ത കമ്പോണൻറ്റുകളാക്കി വേർതിരിച്ച് സ്റ്റോർ ചെയ്യുന്നു. 5. ഡിസ്ട്രിബ്യൂഷൻ ടു ഹോസ്പിറ്റൽ ഓർ പേഷ്യൻറ്റ്. ഇവിടെ ബ്ലഡ് നഷ്ടപ്പെട്ട രോഗികൾ, ക്യാൻസർ പേഷ്യൻ്റ്, ബേൺ വിക്ടിംസ് തുടങ്ങിയവർക്ക് ആവശ്യമായ ബ്ലഡ് കമ്പോണൻറ്റുകൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നു. 6. ഡയഗ്നോസ്റ്റിക് സർവീസ്. ഇവിടെ ഡോണറിൻ്റെയും റിസീവറിൻ്റെയും ബ്ലഡ് സാമ്പിളുകൾ കൂടുതൽ വിശദമായ ടെസ്റ്റിങ്ങിന് വിധേയമാക്കി പേഷ്യൻ്റ് ബ്ലഡ് റിസീവ് ചെയ്താൽ ഉണ്ടാകാവുന്ന സൈഡ് എഫക്റ്റുകളെക്കുറിച്ച് പരിശോധിക്കുന്നു. 7. റിസർച്ച്. ഡൊണേറ്റ് ചെയ്ത ബ്ലഡിൻ്റെ സാമ്പിൾ കൂടുതൽ വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കുന്നു. ബ്ലഡിൻ്റെ ഒപ്റ്റിമൽ യൂസ് ഇത്തരം ഗവേഷണങ്ങൾ കൊണ്ട് സാധ്യമാകുന്നു. 8. മെഡിസിൻസ് ഫ്രം ബ്ലഡ്. ആയിരക്കണക്കിന് പ്രോട്ടീനുകളാണ് പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ളത്. ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റിൽ മെഡിക്കേഷൻ ഉണ്ടാക്കുവാൻ പ്ലാസ്മ ഉപയോഗിക്കുന്നു. നൂറുകണക്കിന് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പ്ലാസ്മ പ്രൊഡക്റ്റുകൾ മരുന്നായി ഉപയോഗിക്കുന്നുണ്ട്. ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരം എക്യുപ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം. 1. ഡോണർ കൗച്ച്. ബ്ലഡ് ബാങ്കിലും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക തരം ഡോണർ ചെയറാണ് ഡോണർ കൗച്ച്. ഡോണറിന് ഏറ്റവും കംഫർട്ടബിളും സേഫ് ആയും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ഇതിൻ്റെ ഹെഡ് സെക്ഷനും ഫുഡ് സെക്ഷനും റിമോട്ട് വഴി ഉയർത്താനും താഴ്ത്താനും സാധിക്കും. ഇതുവഴി ഡോണറിന് സംഭവിക്കാവുന്ന വാസോവാഗൽ റിയാക്ഷൻ അഥവാ ബ്ലഡ് ശരീരത്തിൽ നിന്നും പോകുന്നത് മൂലമുണ്ടാകാവുന്ന തലകറക്കം, മറ്റു ശാരീരിക അസ്വസ്ഥതകൾ എന്നിവ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ബ്ലഡ് ബാഗ്. ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ബ്ലഡ് ബാഗിലാണ്. 350 ml, 450 ml എന്നീ 2 തരത്തിലുള്ള പ്രൈമറി ബാഗുകളിലാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. സെൻട്രിഫ്യൂജ് ചെയ്ത ഹോൾ ബ്ലഡിനെ കമ്പോണൻറ്റുകളാക്കി സെപ്പറേറ്റ് ചെയ്യാൻ വ്യത്യസ്ത തരം ബ്ലഡ് ബാഗ് കോമ്പിനേഷനുകൾ ഉപയോഗിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടവയാണ് സിംഗിൾ ബാഗ്, ഡബിൾ ബാഗ്, ട്രിപ്പിൾ ബാഗ്, ക്വാഡ്രപ്പിൾ ബാഗ്, പെൻറ്റാ ബാഗ്. ബ്ലഡ് കളക്ഷൻ മോണിറ്റർ. ബ്ലഡ് ഡൊണേഷനെ കൃത്യമായി മോണിറ്റർ ചെയ്യാനാണ് ബ്ലഡ് കളക്ഷൻ മോണിറ്റർ ഉപയോഗിക്കുന്നത്. ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിൻ്റെ അമൗണ്ട് എൻ്റർ ചെയ്ത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ബ്ലഡ് വെച്ചിരിക്കുന്ന ട്രേ ഷേക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ട്രേയിൽ വെച്ചിരിക്കുന്ന ബ്ലഡ് ബാഗിലേക്ക് വരുന്ന ബ്ലഡും ബ്ലഡ് ക്ലോട്ടാവാതിരിക്കാൻ ബാഗിലുള്ള CPD സൊല്യൂഷനും തമ്മിൽ പ്രോപ്പർലി മിക്സ് ചെയ്യുന്നതിനാണ് ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നത്. നിശ്ചിത എമൗണ്ട് ബ്ലഡ് ബാഗിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ക്ലാമ്പ് മോട്ടോർ ഉപയോഗിച്ച് ബാഗിൻ്റെ ഇൻലെറ്റ് ട്യൂബ് ക്ലോസ് ചെയ്യുന്നു. ഡൊണേഷൻ സമയത്ത് ബ്ലഡ് വരാതിരിക്കുകയോ ഹൈ ബ്ലഡ് ഫ്ലോ ആണെങ്കിലോ അബ്നോർമൽ അലാം പ്രൊഡ്യൂസ് ചെയ്യും. 4. ബ്ലഡ് ബാഗ് ട്യൂബ് സീലർ. ബ്ലഡ് കളക്ട് ചെയ്ത ബാഗിൽ നിന്ന് ബ്ലഡ് സ്പില്ലേജ് ഒഴിവാക്കാനും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കണ്ടാമിനേഷൻ വരാതിരിക്കാനുമായി ബ്ലഡ് ബാഗിൻ്റെ ഇൻലെറ്റ് ട്യൂബ് സീൽ ചെയ്യേണ്ടതുണ്ട്. ഇതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്യൂബ് സീലർ. ചൂട് കാരണം ബ്ലഡ് സെല്ലിൽ ഹീമോലൈസിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ച് ട്യൂബിനെ മാത്രം ചൂടാക്കി മെൽറ്റ് ചെയ്താണ് ട്യൂബ് സീലിംഗ് സാധ്യമാക്കുന്നത്. ബ്ലഡ് ബാങ്ക് റെഫ്രിജറേറ്റർ. കളക്ട് ചെയ്ത ബ്ലഡ് കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ക്യാബിനറ്റുകളാണ് ബ്ലഡ് ബാങ്ക് റെഫ്രിജറേറ്റർ. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ
6 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിനുള്ളിലെ ടെമ്പറേച്ചർ. ബാറ്ററി ബാക്കപ്പോട് കൂടിയ ടെമ്പറേച്ചർ കൺട്രോൾ യൂണിറ്റ്, ചാർട്ട് റെക്കോർഡർ, അലാം യൂണിറ്റ് എന്നിവ ഇത്തരം ബ്ലഡ് ബാങ്ക് റെഫ്രിജറേറ്ററുകളിൽ ഉണ്ടാകും. ബ്ലഡ് ബാങ്ക് സെൻട്രിഫ്യൂജ്. ബ്ലഡിലെ പ്രധാനപ്പെട്ട കമ്പോണന്റുകളാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ തുടങ്ങിയവ. ഈ ഓരോ കമ്പോണന്റുകൾക്കും നമ്മുടെ ശരീരത്തിൽ ഓരോരോ ഉപയോഗങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് RBC ലങ്സിൽ നിന്ന് ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്നു. WBC രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ സഹായിക്കുന്നു. പ്ലാസ്മ മഞ്ഞ നിറമുള്ള പ്ലാസ്മയിൽ പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, ഹോർമോൺസ് തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു. പ്ലേറ്റ്ലെറ്റ് ചെറിയ ഡിസ്ക് ഷേപ്പിലുള്ള പ്ലേറ്റ്ലെറ്റുകൾ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു. ബ്ലഡിലെ ഇത്തരം കമ്പോണന്റുകളെ വേർതിരിക്കാനാണ് ബ്ലഡ് ബാങ്ക് സെൻട്രിഫ്യൂജുകൾ ഉപയോഗിക്കുന്നത്. ട്യൂബ്, ബോട്ടിൽ, ബ്ലഡ് ബാഗ് എന്നിവയിൽ ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്യാവുന്നതാണ്. റെഫ്രിജറേറ്റഡ് സെൻട്രിഫ്യൂജുകളാണ് സാധാരണ ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്നത്. ഡീപ് ഫ്രീസർ. സെൻട്രിഫ്യൂജ് ഉപയോഗിച്ച് വേർതിരിച്ച പ്ലാസ്മ, RBC, ക്രയോപ്രസിപിറ്റേറ്റ്, പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് തുടങ്ങിയവ ദീർഘകാലത്തേക്ക് സ്റ്റോർ ചെയ്യാനാണ് ഡീപ് ഫ്രീസർ ഉപയോഗിക്കുന്നത്. സാധാരണയായി -40 ഡിഗ്രി സെൽഷ്യസ്, -80 ഡിഗ്രി സെൽഷ്യസ് എന്നീ 2 ടെമ്പറേച്ചറുകളിലാണ് ഡീപ് ഫ്രീസർ ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചർ കൺട്രോൾ യൂണിറ്റ്, ടെമ്പറേച്ചർ റെക്കോർഡർ യൂണിറ്റ്, വിവിധ അലാമുകൾ എന്നിവ ഡീപ് ഫ്രീസറിൽ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നു. അഫെറസിസ് മെഷീൻ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കമ്പോണന്റുകളായി വേർതിരിക്കുന്ന ഉപകരണമാണ് അഫെറസിസ് മെഷീൻ. കലക്ട് ചെയ്യുന്ന ബ്ലഡ് അപ്പോൾ തന്നെ ഒരു സെൻട്രിഫ്യൂജിലൂടെ കടത്തിവിട്ടാണ് ഇത് സാധ്യമാക്കുന്നത്. ഈ പ്രോസസ്സ് നിരന്തരം മോണിറ്റർ ചെയ്യപ്പെടുകയും ആവശ്യമായ സമയത്ത് അലാം സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആവശ്യമായ ബ്ലഡ് കമ്പോണന്റുകൾ വിവിധ ബാഗുകളിൽ കലക്ട് ചെയ്യുകയും മറ്റുള്ളവ ഡോണറിന്റെ ശരീരത്തിലേക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു. പ്ലേറ്റ്ലെറ്റ് അജിറ്റേറ്റർ ആൻഡ് ഇൻക്യുബേറ്റർ. ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് കമ്പോണന്റിനെ കേടുകൂടാതെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്ലേറ്റ്ലെറ്റ് അജിറ്റേറ്റർ ആൻഡ് ഇൻക്യുബേറ്റർ. ഒരു മിനിറ്റിൽ 65 സൈക്കിൾസ് സൈഡ് ടു സൈഡ് മൂവ്മെന്റ് ആണ് പ്ലേറ്റ്ലെറ്റ് അജിറ്റേറ്ററിന് ഉണ്ടാവുക. 22 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ടത്. അതിനാൽ പ്ലേറ്റ്ലെറ്റ് അജിറ്റേറ്റർ സാധാരണയായി 22 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്ന ഒരു ഇൻക്യുബേറ്ററിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. 24, 48, 96 ബാഗ് കപ്പാസിറ്റിയുള്ള പ്ലേറ്റ്ലെറ്റ് അജിറ്റേറ്ററുകളാണ് നിലവിലുള്ളത്. ടെമ്പറേച്ചർ കൺട്രോളർ, റെക്കോർഡർ, അലാം യൂണിറ്റ് എന്നിവ ഈ ഉപകരണത്തിന്റെ ഭാഗമാണ്. പ്ലാസ്മ എക്സ്പ്രസർ. സെൻട്രിഫ്യൂജ് ചെയ്ത ബ്ലഡ് ബാഗിലെ പ്ലാസ്മ മറ്റൊരു ബാഗിലേക്ക് മാറ്റുന്നതിനാണ് പ്ലാസ്മ എക്സ്പ്രസർ ഉപയോഗിക്കുന്നത്. പ്ലാസ്മ എക്സ്പ്രസർ 2 തരത്തിലുണ്ട്. 1 മാനുവൽ പ്ലാസ്മ എക്സ്പ്രസർ, 2 ഓട്ടോമാറ്റിക് പ്ലാസ്മ എക്സ്പ്രസർ. വീഡിയോയിൽ കാണുന്ന പോലെ പ്ലേറ്റ് ലിവർ ആദ്യമായി ലോക്ക് ചെയ്യുക. തുടർന്ന് സെൻട്രിഫ്യൂജ് ചെയ്ത ബാഗ് പ്ലേറ്റിനിടയിൽ വെക്കുക. ശേഷം ലിവർ പതുക്കെ റിലീസ് ചെയ്യുക. പ്ലേറ്റിലെ ഹൈ പ്രഷർ കാരണം ബാഗിലെ പ്ലാസ്മ ട്യൂബിലൂടെ പ്ലാസ്മ ബാഗിലേക്ക് കലക്ട് ചെയ്യും. മാനുവൽ പ്ലാസ്മ എക്സ്പ്രസർ ആണെങ്കിൽ RBC എത്തിയോ എന്ന് ഓപ്പറേറ്റർ നോക്കി മനസ്സിലാക്കണം. ഇതിനു പകരമായി ട്യൂബിൽ ഒപ്റ്റിക്കൽ സെൻസർ ഘടിപ്പിച്ച് RBC എത്തുമ്പോൾ സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായി ക്ലാമ്പ് മോട്ടോർ ഉപയോഗിച്ച് ട്യൂബ് ക്ലോസ് ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക് പ്ലാസ്മ എക്സ്പ്രസർ. ഓട്ടോമാറ്റിക് ബ്ലഡ് കമ്പോണന്റ് എക്സ്ട്രാക്ടർ. സെൻട്രിഫ്യൂജ് ചെയ്ത ബ്ലഡ് ബാഗിൽ നിന്നും ബ്ലഡ് കമ്പോണന്റുകളെ ഓട്ടോമാറ്റിക്കായി വേർതിരിച്ച് വ്യത്യസ്ത ബാഗുകളിലേക്ക് മാറ്റുകയും സീൽ ചെയ്യുകയും ചെയ്യുന്ന ഉപകരണമാണ് ഓട്ടോമാറ്റിക് ബ്ലഡ് കമ്പോണന്റ് എക്സ്ട്രാക്ടർ. ട്യൂബിലൂടെയുള്ള കമ്പോണന്റ് ഫ്ലോ അറിയുന്നതിനും എത്രമാത്രം കമ്പോണന്റുകൾ ബാഗുകളിലേക്ക് കലക്ട് ചെയ്യുന്നു എന്നും അറിയാൻ ഫ്ലോ സെൻസറുകളും വെയിങ് സെൻസറുകളും ഉപയോഗിക്കുന്നു. ക്രയോ സെൻട്രിഫ്യൂജ്. പ്ലാസ്മ ബാഗിൽ നിന്നും ക്രയോ അതായത് പ്ലാസ്മയുടെ ഫിബ്രിനോജിൻ റിച്ച് ഫ്രാക്ഷൻ അഥവാ FRF സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ക്രയോ സെൻട്രിഫ്യൂജ് ഉപയോഗിക്കുന്നത്.
ക്രയോബാത്ത്. -80 അല്ലെങ്കിൽ -40 ഡീപ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയെ പെട്ടെന്ന് നോർമൽ ബോഡി ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നാൽ സെൽ ബ്രേക്കേജ് ഉണ്ടാകും. ഇത് ഒഴിവാക്കാനാണ് ക്രയോബാത്ത് ഉപയോഗിക്കുന്നത്. ക്രയോബാത്തിൽ ഫോഴ്സ്ഡ് വാട്ടർ സർക്കുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് -80 അല്ലെങ്കിൽ -40 ഉള്ള ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയുടെ ടെമ്പറേച്ചറിനെ കണ്ടിന്യൂസ് ആയി കൂട്ടി 37 എത്തിക്കുന്നു. ബോഡി ടെമ്പറേച്ചറിൽ എത്തിച്ചതിന് ശേഷമാണ് പേഷ്യൻറ്റിലേക്ക് ഇവ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ടെമ്പറേച്ചർ മോണിറ്റർ, റെക്കോർഡർ, അലാം യൂണിറ്റ് എന്നിവ ക്രയോബാത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും.